ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. സന്തോഷ് ട്രോഫി ജേതാക്കൾക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം. പരിശീലകർക്ക് 3 ലക്ഷം നൽകാനും മന്ത്രിസഭാ തീരുമാനം. സർക്കാർ ഓഫീസുകൾ സ്മാർട്ട് ആകുന്നതിനൊപ്പം ജീവനക്കാരും സ്മാർട്ട് ആകണമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഇ ഓഫീസ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് സമഗ്രമാറ്റം. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുമെന്ന് റവന്യൂ മന്ത്രി. കെ വി തോമസിനെ പുറത്താക്കിയെന്ന് കെ സുധാകരൻ. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കെ വി തോമസ്. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സ് പോരാട്ടം. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിലെ 20 കളിക്കാർക്കും മുഖ്യപരിശീലകനും പാരിതോഷികമായി 5 ലക്ഷം രൂപ വീതം നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അസിസ്റ്റന്റ് പരിശീലകൻ, മാനേജർ, ഗോൾ കീപ്പർ, ട്രെയിനർ എന്നിവർക്ക് 3 ലക്ഷം രൂപ വീതവും പാരിതോഷികം നൽകും. ഓഖി ദുരന്തത്തിൽ വള്ളവും വലയും നഷ്ടപ്പെട്ട 4 പേർക്ക് നഷ്ടപരിഹാര തുക അനുവദിക്കാനും തീരുമാനമായി. എക്സൈസ് വകുപ്പിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉയർത്തുന്നതിന് വിവിധ ജില്ലകളിലായി 31 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിച്ച നടപടി മന്ത്രിസഭായോഗം സാധൂകരിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തിൽ പരിഷ്കരിക്കാനും തീരുമാനിച്ചു. ഇ ഓഫീസ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് സമഗ്ര മാറ്റമുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മഞ്ചേരിയിൽ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലാ പ്രഖ്യാപനവും ടിഇഒസി ഉദ്ഘാടനവും പട്ടയമേള വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃതമായി കൈവശം വയ്ക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് അർഹരായവർക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റവന്യൂ മന്ത്രി ഭൂരഹിത ഭവനരഹിത കേരളത്തിനായുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുന്നതായും കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മലപ്പുറം ജില്ലയെ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണ ജില്ലയായി മന്ത്രി പ്രഖ്യാപിച്ചു. ഓരോ ലാൻഡ് ട്രിബ്യൂണലിലെയും 25 വീതം കുടുംബങ്ങൾക്കാണ് ഡിജിറ്റൽ പട്ടയം വിതരണം ചെയ്തത്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വം മതമൌലികവാദികളുടെ പിടിയിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പെൺകുട്ടിയെ സമസ്ത നേതാവ് അപമാനിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും ഇത്തരം കാര്യങ്ങളിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റം തടയാൻ കേരളം സഹകരിക്കുന്നില്ലെന്നും കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുകയാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചു. തൃക്കാക്കര മണ്ഡലം എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കെ വി തോമസ് പങ്കെടുത്തതിനു പിന്നാലെയാണ് നടപടി. എഐസിസിയുടെ അനുമതിയോടെയാണ് നടപടിയെന്ന് കെ സുധാകരൻ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു. കോൺഗ്രസിൽ നിന്നും തന്നെ പുറത്താക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കെ വി തോമസിന്റെ പ്രതികരണം. തന്നെ പുറത്താക്കേണ്ടത് സുധാകരനല്ല, എഐസിസിയാണ്. കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് മാറാൻ തനിക്ക് കഴിയില്ലെന്നും അതിനാൽ ഇടതുമുന്നണിയിലേക്ക് പോകാതെ സ്വതന്ത്രനായി നിൽക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ വി തോമസ് പാർട്ടി നടപടി ക്ഷണിച്ചു വരുത്തിയതാണെന്നും അദ്ദേഹത്തിന് ഇനി ഇഷ്ടമുള്ള നിലപാടെടുക്കാമെന്നും കെ മുരളീധരൻ എംപി കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരമാവധി ക്ഷമിച്ച ശേഷമാണ് കൃത്യസമയത്ത് പാർട്ടി ഉചിതമായ നടപടിയെടുത്തത്. ഒരു പാർട്ടിയിൽ ഇരുന്ന് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും കെ വി തോമസിന്റെ പേരിൽ തൃക്കാക്കരയിൽ ഒരു വോട്ട് പോലും കോൺഗ്രസിന് കുറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പുകൾ സമ്പൂർണ്ണ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി ജി ആർ അനിൽ. ഇതിന്റെ ഭാഗമായി വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും സ്മാർട്ടായി മാറിയിട്ടുണ്ട്. ഓഫീസുകൾക്കൊപ്പം ജീവനക്കാരും കൂടുതൽ സ്മാർട്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വകുപ്പിന്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഭക്ഷ്യവകുപ്പിന്റെ സോഷ്യൽ മീഡിയ ലാബ്, മിനി കോൺഫറൻസ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരിഷ്കരിച്ച മാനുവലിന്റെ കരടും ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. തൃക്കാക്കര മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് പാടിവട്ടം അഞ്ചുമന മൈതാനത്ത് നടക്കും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബിഡിജെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാർ, ബിജെപി നേതാക്കളായ ഒ രാജഗോപാൽ, സി കെ പത്മനാഭൻ, പി കെ കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വോട്ടർമാർക്ക് അബദ്ധം തിരുത്താനുള്ള സുവർണ്ണ അവസരമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമ തോമസ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹവും ദുഃഖകരവും പദവിക്ക് യോജിക്കാത്തതുമാണ്.
പി.ടി. തോമസ് തൃക്കാക്കരയുടെ അഭിമാനമായിരുന്നുവെന്നും അദ്ദേഹത്തെ തൃക്കാക്കരക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് രണ്ടാം വട്ടവും ഏറെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായിട്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജനങ്ങൾ വിജയിപ്പിച്ചതെന്നും ഉമാ തോമസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AAR News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഈ മാസം 29-ന് പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് പരിപാടിയിൽ എല്ലാ ജനങ്ങളും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമോ ആപ്പ്, മൈ ഗവൺമെന്റ് ആപ്പ് എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും മോദി ട്വീറ്റിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് 1800117800 എന്ന നമ്പറിൽ മെയ് 26 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. സംസ്ഥാനത്ത് ഇ ട്രഷറി ആപ്ലിക്കേഷൻ ഇന്ന് രാത്രി 9 മുതൽ നാളെ രാവിലെ 10 വരെ ലഭിക്കില്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. ഇ ട്രഷറി ഡാറ്റാബേസിന്റെ ത്രൈമാസ പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് തടസ്സം നേരിടുക. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബിജെപി സംസ്ഥാന നേതൃയോഗം ഇന്ന് പാലാരിവട്ടം YMCA ഹാളിൽ ചേരും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം കേരള പ്രഭാരി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മൺസൂൺ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന യോഗത്തിലാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് നിർദ്ദേശം നൽകിയത്. പൊതുസ്ഥലത്തും റോഡ് അരികുകളിലും കെട്ടിടങ്ങൾക്ക് ഭീഷണിയാവുകയും അപകടം വരുത്തുന്ന രീതിയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് റിപ്പോർട്ട് തേടി. അടിയന്തര നടപടി സ്വീകരിക്കാൻ യോഗം തഹസിൽദാർമാരോട് നിർദ്ദേശിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ പാറമടകളിൽ അമിതമായി വെള്ളം സംഭരിക്കുന്നത് നിയന്ത്രിക്കണം. ഡെങ്കിപ്പനിയും എലിപ്പനിയും ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും ഞായറാഴ്ചയോടെ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ ആന്ധ്രാ തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. മുംബൈ ഇന്ത്യൻസിനോട് 5 വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങിയതോടെയാണ് ചെന്നൈയ്ക്ക് ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈയ്ക്ക് 16 ഓവറിൽ 97 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. 14.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ വിജയലക്ഷ്യം കടന്നു. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ചരിത്രത്തിൽ ആദ്യമായി മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ പുരുഷ ടീം. മലയാളി താരം HS പ്രണോയ് മലേഷ്യയുടെ ലിയോങ് ജുന്നിനെ തോൽപ്പിച്ച് സെമിയിലെത്തിയതോടെയാണിത്. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ മലേഷ്യ 5 തവണ ചാമ്പ്യന്മാരായെങ്കിലും ഇന്ത്യയ്ക്ക് ഇതുവരെ ഒരു മെഡൽ പോലും നേടാനായിരുന്നില്ല. ഇസ്താംബുളിൽ നടക്കുന്ന IBA വനിതാ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം അനാമികയ്ക്ക് വിജയം. റൊമാനിയയുടെ യൂജീനിയ ആംഗലിനെ 5-0 എന്ന സ്കോറിനാണ് തോൽപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട കളക്ടറേറ്റ് ക്യാന്റീനിൽ ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനമെന്ന് മന്ത്രി പറഞ്ഞു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഈ മാസം 15-ന് നടക്കുന്ന PSC പരീക്ഷ എഴുതുന്നവർക്കായി KSRTC അധിക സർവീസ് നടത്തും. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് നിശ്ചിത സമയത്തിന് മുൻപായി എത്തിച്ചേരുന്നതിന് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ആവശ്യാനുസരണമുള്ള സർവീസുകൾക്കും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യത നേടിയവർക്കുള്ള പ്രാഥമിക പരീക്ഷയാണ് 15-ന് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സന്തോഷ് ട്രോഫി ജേതാക്കൾക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം. പരിശീലകർക്ക് 3 ലക്ഷം നൽകാനും മന്ത്രിസഭാ തീരുമാനം. സർക്കാർ ഓഫീസുകൾ സ്മാർട്ട് ആകുന്നതിനൊപ്പം ജീവനക്കാരും സ്മാർട്ട് ആകണമെന്ന് മന്ത്രി GR അനിൽ. ഓഫീസ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് സമഗ്രമാറ്റം, ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുമെന്ന് റവന്യൂ മന്ത്രി. KV തോമസിനെ പുറത്താക്കിയെന്ന് K സുധാകരൻ. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് KV തോമസ്. IPLൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സ് പോരാട്ടം. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.